പാർട്ട് 2 ആണ്. കാരണം എൻ്റെ അനോയിങ് ബ്രദർ ഓഫാക്കിയ ഗൈസ്, എൻ്റെ ബ്രദർ കച്ചറ ബ്രദറാണ്. ഇങ്ങനത്തെ പൊട്ടൻ ലോകത്തിലുണ്ടാവില്ല. എന്ന് വെച്ചാൽ നമ്മൾ ബാക്കി ഇതാക്കാം. എന്ന് വെച്ചാൽ എൻ്റെ ബ്രദർ ഞാൻ അനോയിങ് ബ്രദർ എന്ന് പറഞ്ഞപ്പോൾ കട്ടാക്കി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതാക്കി ഇടുന്നത് പാട്ടായി. ഇത്ര അത്രയായി. നമുക്ക് ഇതൊട്ടണമെങ്കിൽ ഇതൊട്ടിക്കാം, ഇതൊട്ടിക്കണമെങ്കിൽ ഇതൊട്ടിച്ചാലോ. ഇത് ഞാൻ ഇതുവരെ ഇതൊരു വേണ്ട മറ്റേതന്നെ ഒട്ടിക്കാൻ പോയത് ഏതാ നിങ്ങൾ കണ്ടോ? ഈ പിക്ചർ വേണ്ടെന്ന് പറഞ്ഞതാണ്. ഇല്ല, ഏത് കുഞ്ഞതാ? എന്റെ ഫോൺ. ഉമ്മച്ചല്ലേ ഉമ്മച്ചി കാണുന്നു. ഉമ്മച്ചിന്റെ ഫോൺ തരൂലട്ടാ. അതിന് എത്ര ചാർജ് ഉണ്ട് ഗൈസ്? ഇപ്പൊ വരാം. ചാർജ് നോക്കണ്ട, 28 ഉള്ളൂ. എന്തുകൊണ്ടാ ഇത് കാക്കാത്തെന്ന് വെച്ചാൽ ഗ്ലൂ ഗൺ ഇവിടെ ഉണ്ട്. ഈ ഗ്ലൂ ഗണ്ണായിട്ട് ഇതിലെത്തിയാൽ ഞാൻ പറ്റും, അതേ പറയാൻ പറ്റൂ. അപ്പം ഈ ബട്ടർഫ്ലൈസിൻ്റെ ആണ്. പക്ഷേ കുറച്ചും കൂടി വേണം, അത് ഫുള്ളായിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, കൂടുതലോ അല്ലെങ്കിൽ കുറവോ ആവും. പിന്നെ ബാക്കിൽ അങ്ങനെ എഴുതുന്നത് ഇല്ല, എഴുത്തില്ലാത്തൊന്നും ഇഷ്ടമല്ല. ഗ്ലൂഗൺ ഒഫീഷ്യലി തീർന്നിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് തീരുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഫുള്ള് ലീഫിൽ എത്ര പ്രാവശ്യം ചെയ്തിരുന്നെന്ന് പറയും. പിന്നെയെന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഓഫാക്കിയിട്ട് വെക്കാം. ഓക്കെ, എന്നിട്ട് ഇതെടുത്തിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒതുക്കാം. ഓക്കെ, ഇങ്ങനെ വെച്ചാൽ നമ്മൾ മീൻ അവതാരം വീട്ടിൽ ഗ്ലൂഗൺ കണ്ടുപിടിക്കുക. ഗ്ലൂഗൺ അല്ല, ഗ്ലൂവിന് മറ്റേ ഉള്ളിലിടുന്ന ഒരു കഷ, അതാണ് ഗ്ലൂഗൺ എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പോയ സാധനം കാണിച്ചായിരുന്നു. ഇതാണ് ഞാൻ ഗ്ലൂഗൺ എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറ്റില്ല. അത് ക്യാൻഡിലാണ്. ഇതില്ലെങ്കിൽ പുതിയ പഠിപ്പിക്കണം, കണ്ടുപിടിക്കണം. ഇത് എന്തെങ്കിലുമൊക്കെ പറ്റുന്നു. അതുകൊണ്ട് തന്നെ ഇതിലാണോ അപ്പുറത്തിലാണോ എന്നറിയാം. അപ്പുറത്തിലാവും. എനിക്കെന്ന് വെച്ചാൽ ഇത് കൊണ്ടു തന്നിട്ടുണ്ട് ഒരു പേര്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഇടാനാണ്. പക്ഷേ എന്ന് വെച്ചാൽ സാധനം കാണിക്കുന്നത് നമുക്ക് ഞാനൊന്ന് കണ്ടുപിടിക്കട്ടെ. അതുവരെ ഇങ്ങോട്ട് നോക്കി, അത് വേണ്ട, അല്ലെങ്കിൽ ഞാൻ തന്നെ എടുക്കാം. എന്ന് വെച്ചാൽ കിട്ടി ഗായ്സ്. ഞാൻ സാധാരണ ഇട്ട് കൊടുക്കൽ വലുതാണ് കേട്ടോ. ഇപ്പം ചെറുതാണ് ഇട്ട് കൊടുക്കുന്നത്, കാരണം വലുത് കാണാനില്ല. അതാണ് എപ്പോഴും പറ്റുന്ന സാധനം. ആവശ്യമുള്ള നിങ്ങൾക്കും ഉണ്ടാവും. എപ്പോഴും ആവശ്യം ഉള്ള സമയത്തൊന്നും കാണില്ല, ആവശ്യമില്ലാത്ത സമയത്താണ് ഒക്കെ അങ്ങോട്ട് കാണുന്നത്. അങ്ങനെ സെക്കൻഡ് ടച്ച് ഇട്ട് കൊടുക്കണതിൻ്റെ മുന്നേ ഇങ്ങനത്തെ കുറേ ബീജി കീറാനുണ്ട്. കാരണം അതൊന്നും ഫുള്ളായിട്ടില്ല.
രണ്ടെണ്ണം കൂടി ഞാൻ ഇതാക്കിയിരിക്കുന്നത്. ഇനി അതും പറ്റൂലെങ്കിൽ പിന്നെ ഫുള്ള് ബുക്ക് എടുത്തിട്ട് അങ്ങോട്ട് തന്നെ ഒട്ടിക്കേണ്ടി വരും. ഫണ്ണി ആവാൻ പറ്റുന്നില്ല ഗൈസ്. ആരും ചേച്ചിക്ക് എങ്ങനെയാണോ? പിന്നെന്ന് വെച്ചാൽ പുള്ളോത്ത് ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഞാൻ ചിലപ്പം പ്ലമാസയിൽ വന്നിട്ടുണ്ടോ അതെന്നെയാണോന്ന് അറിയില്ല. പ്ലമാസയിൽ വരും. കാരണം ഞാൻ ഇപ്പോൾ ദുബായിലാണ്. വെക്കേഷനിലെ ചിലപ്പം നാട്ടിൽ വരും, ചിലപ്പോഴല്ല നാട്ടിലൊക്കെ വരും. ചിലപ്പോഴേ പ്ലാംസെ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടൽ അവർ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പം എന്ന് വെച്ചാൽ അങ്ങോട്ട് വരുന്നൊന്നും ഉറപ്പില്ല. എന്ന് വെച്ചാൽ എവിടെയായിരുന്നു, കോഴിക്കോടോ അതോ കണ്ണൂർ, ഏതോ ഒരു സ്ഥലത്താണ്. അടുത്താണെങ്കിൽ വരാൻ പറ്റും. പിന്നെ ഞാൻ താമസിക്കുന്നത് മലപ്പുറത്താണ്. ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് വാ. ഇപ്പം വന്നിട്ട് കാര്യമില്ല, എപ്പോൾ വേണമെങ്കിൽ പോയിക്കോ. അവിടെ പൊന്നും ഒക്കെ ഉണ്ട്. പൊന്നു എന്ന് വെച്ചാൽ ആരാന്ന് ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും. അതിൻ്റെ കസിൻ സിസ്റ്ററാണ് ഗൈസ്. എൻ്റെ എൽഡർ കസിൻ സിസ്റ്ററാ. കണ്ടാൽ തോന്നൂല കേട്ടോ, കാരണം അത് എൻ്റെ ഇത്രയേ ഉള്ളൂ. പക്ഷെ ശരിക്കും അതെന്ന് വെച്ചാൽ നല്ല പ്രായം കേട്ടോ. 11, എനിക്കിപ്പോൾ 10 ആണെങ്കിൽ അവൾക്ക് 11 ആയിരിക്കും. പൊന്നുക്ക് 11 ആണെങ്കിൽ ഞാൻ 10, പൊന്നുക്ക് 12 ആണെങ്കിൽ ഞാൻ 11. അങ്ങനെയാണ് ഇപ്പോഴത്തെ കണക്ക് കൂട്ടുക. അല്ല, എൻ്റെ എൽഡർ സിസ്റ്റർ അതല്ല, വേറെ ഒന്നുണ്ട് കസിൻ സിസ്റ്റർ. ഇതെന്ന് വെച്ചാൽ ഷെയ്ക്കയാണ്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെന്ന് വെച്ചാൽ ഒന്നുമില്ല, അവരൊക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ മാറുമെന്നും തോന്നുന്നുണ്ട്. കാരണം അവരിലൊക്കെ എൻ്റെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കൂടുതൽ മിസ് ചെയ്യണത് അയാനെ കേട്ടോ. അയാൻ എന്ന് വെച്ചാൽ എൻ്റെ അപ്പച്ചിൻ്റെ ബ്രദറിൻ്റെ മോനാണ്. അതുതന്നെയാണ് പൊന്നുവിൻ്റെ ബ്രദർ എന്നാണ് പറയുന്നത്. പൊന്നുവിൻ്റെ ശരിക്കുളത്തെ ബ്രദർ തന്നെയാണ് കേട്ടോ. പക്ഷെ പൊന്നുക്ക് ഇഷ്ടമല്ല. എല്ലാ ബ്രദർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അല്ല, സിസ്റ്റർ ബ്രദർക്കും അങ്ങനെ, പക്ഷെ സിസ്റ്റർക്കും അതന്നെ. അങ്ങനെ ഹാഫ് വേ ഡണ്ണാണ് ഞാൻ ബട്ടർഫ്ലൈൻ്റെ കൂടെ എത്ര എടുക്കണം എന്ന് പോലും എനിക്കറിയില്ല. ഇതിൽ കാണുമ്പോൾ കച്ചറ ഒരു ലുക്കുണ്ട്. ഇഷ്ടപ്പെട്ടേ ഇല്ല ഗൈസ്. എന്തായാലും ഇങ്ങനെ ഇരിക്കട്ടെ, നിങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഇത് ഒലിക്കോന്നൊന്നും എനിക്കറിയില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ ഐ എം സോ വെറീഡ് അബൌട്ട് ഇറ്റ്. അപ്പം ഞാൻ ബട്ടർഫ്ലൈ ഇവിടേക്ക് വരണം. ഇവിടെയാണ് നമ്മൾ ക്വീൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു എക്സ് മാർക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഫുള്ളുള്ളത് ഇങ്ങനെ ഡോട്ടാണ്. കുഞ്ഞതാന്ന് വിചാരിക്കേണ്ട, കുറച്ചൊക്കെ വലിപ്പുണ്ടാവും. നിങ്ങൾക്ക് സ്റ്റിക്കർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാന്നറിയാം? എന്താ വരച്ചെടുക്കണം. സ്റ്റിക്കർ വേണമെന്നൊന്നുമില്ല, ഞാൻ വെറുതെ ഇവിടെ ഉണ്ടായിക്കൊണ്ട് വെറുതെ ഇട്ടില്ല. അപ്പം നമുക്കൊന്ന് സ്റ്റിക്കർ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് ഇതായിക്കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം വെച്ചാൽ വാ, നമ്മൾ സ്റ്റിക്കർ എവിടെയാ? സ്റ്റിക്കർ കുട്ടി നമുക്കെന്ന് വെച്ചാൽ ഇതിലേതെടുക്കണം. ഈ വലുതെടുത്ത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ, വലുത്. അതുകൊണ്ട് അതെടുക്കുന്നില്ല. ഞാൻ ഇങ്ങനെ നോക്കുന്നത് ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇത് അല്ലെങ്കിൽ ഇത്. ഗ്രീൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഗ്രീനിൻ്റെ ഇതൊക്കെ പോയിട്ടോ. ഇതെങ്ങനെയാന്ന് വെച്ചാൽ 3D സ്റ്റിക്കേഴ്സാണ് കേട്ടോ. 3D സ്റ്റിക്കേഴ്സാണ്. നമുക്കെന്ന് വെച്ചാൽ ഇല്ലെങ്കിലിതാ ബാക്കിൽ ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്, ഫ്രണ്ടിലും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുത്താലും നമുക്ക് ഒട്ടിക്കാൻ പറ്റും. പക്ഷേ എന്ന് വെച്ചാൽ എനിക്ക് സെയിം കളറാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ഇതാണ്. അപ്പോൾ ഞാൻ പാർട്ട് 3 ആയിട്ട് വരുന്നതായിരിക്കും. ഇതുവരെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. പാർട്ട് 3 ആയിട്ട് വരാം.
വായോ പട്രിക്